ഫ്രണ്ട്സ് ഹായ്. സോ ബിൽഡ് എ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 21 ദിവസം കോഡിങ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ പേര് ആദ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ടീം വർക്കായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ്, എങ്ങനെയാണ് ഗിറ്റബിലൊക്കെ പുഷ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇനീഷ്യലായിട്ട് 3 സെറ്റപ്പാണ് ചെയ്യേണ്ടത്. ആദ്യം ഒരു കോഡ് എഡിറ്റർ വേണം. അതിന് ഗൂഗിളിൽ VS കോഡ് എന്ന് അടിക്കുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഒഫീഷ്യൽ ലിങ്കിലേക്ക് പോവുക. ഞാൻ വേറെ കുറേ കോഡ് എഡിറ്റർ ഉണ്ട്, ഇതാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്. നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. രണ്ടാമതായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് നമ്മളെ വേർഷൻ കൺട്രോൾ ടൂളാണ് ഗിറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചിട്ട് ഫസ്റ്റ് വരുന്ന ഒഫീഷ്യൽ ലിങ്കിലേക്ക് പോവുക. ഡൗൺലോഡ്സ് ഇടുക. നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. ഗിറ്റ് ഡൗൺലോഡ് ആയിക്കണമെന്ന് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസിൽ പവർ ഷെല്ലാണ്, പവർ ഷെൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഗിറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. കമാൻഡ് ലൈൻ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ റിപ്ലൈ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക സക്സസ്ഫുള്ളായി നിങ്ങളത് ഡൗൺലോഡ് ആയിട്ടുണ്ടെന്ന്. അതല്ല ഇററോ മറ്റോ മെസ്സേജ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ടീമിന് ഓരോ ടീമിന് ഓരോ മെൻറ്റർ ഉണ്ടല്ലോ, ആ മെൻറ്ററെ കോൺടാക്റ്റ് ചെയ്യുക. മെൻറ്റർ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററും നമ്മളെ വേർഷൻ കൺട്രോൾ ടൂളും ഡൗൺലോഡ് ചെയ്ത്, മൂന്നാമതായിട്ട് നമ്മളെ ഗിറ്റ് ഹബാണ്. ഗിറ്റ് ഹബിലേക്ക് അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളെ ടീം ലീഡ് ഒരു റെപ്പോസിറ്ററീൻ്റെ ലിങ്ക് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റെപ്പോസിറ്ററിയിലേക്ക് പോവുക. ആ റെപ്പോസിറ്ററി ഈ ലിങ്ക് ആയിരിക്കും അവിടെ ഫോമിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. കണക്റ്റ് EMEA ടെംപ്ലേറ്റ് ഫോർക്ക് ചെയ്തിട്ടുള്ള ഒരു റെപ്പോസിറ്ററി ആയിരിക്കും. അപ്പോൾ ഈ ലിങ്ക് നിങ്ങളെ ടീംമേറ്റ്സിന് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റെപ്പോസിറ്ററിയിലേക്ക് എല്ലാവരും വരും. ആദ്യം ടീം ലീഡ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്പോസിറ്ററീൻ്റെ സെറ്റിങ്സിൽ കൊളാബറേറ്റേഴ്സിൽ പോയിട്ട് ആഡ് പീപ്പിൾ എന്ന ഓപ്ഷനിൽ നിങ്ങളെ ബാക്കി ടീംമേറ്റിൻ്റെ ഗിറ്റ് ഹബ് യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ കറക്റ്റ് അടിച്ചിട്ട് ഇൻവിറ്റേഷൻ കൊടുക്കുക. ടീംമേറ്റ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഹബിൽ ഇവിടെ നോട്ടിഫിക്കേഷനിൽ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടാക്കി ഇമെയിലിലേക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെപ്പോസിറ്ററിയിലേക്ക് നിങ്ങളെ ടീമിന് എല്ലാവർക്കും ആക്സസ് കിട്ടും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ബട്ടണിൽ ടീം ലീഡും ടീംമേറ്റ്സും എല്ലാവരും ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ്, ഈ ഫോൾഡറും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ലോക്കൽ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം ആദ്യം ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ആദ്യം നമുക്ക് നമ്മളെ കോഡ് എഡിറ്റർ ഒന്ന് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് കണക്റ്റ് ചെയ്യണം, നമ്മൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം, നമ്മളെ ഗിറ്റബ് അക്കൗണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ഈ ബട്ടൺ കാണാം അക്കൗണ്ട് എന്നുള്ള, അവിടെ നിങ്ങളെ ഗിറ്റബ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. പിന്നെ 2 രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യുക. ഒന്ന് ടെർമിനൽ ഉപയോഗിച്ച് നമുക്ക് ഗിറ്റ് കമാൻഡുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പുഷും പുള്ളും ക്ലോൺ ചെയ്യേണ്ട ബട്ടണും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 രീതിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ഗിറ്റ് കമാൻഡുകൾ ഉപയോഗിച്ചിട്ടും പിന്നെ ബട്ടൺസ് ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഗിറ്റ് കമാൻഡുകൾ മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആണെന്നുള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ബട്ടൺസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കുക. രണ്ടും സെയിം വർക്കിംഗ് തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കമാൻഡുകൾ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇനീഷ്യലി ആദ്യം നമുക്ക് ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. നമ്മളെ കോഡ് എഡിറ്ററിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ബിൽഡ് EMEA പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ഈ ലിങ്ക് കോപ്പി ചെയ്തത് ഇവിടെ ഗിറ്റ് ക്ലോൺ
പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൺട്രോൾ വി അല്ല, കൺട്രോൾ ഷിഫ്റ്റ് വി ആണ് ടെർമിനലിൽ. കോപ്പി ചെയ്യുമ്പോഴും അതുപോലെ കൺട്രോൾ ഷിഫ്റ്റ്, കൺട്രോൾ സി നോക്കിയാൽ കോപ്പി ആവില്ല. ഇതിവിടെ ക്ലോൺ ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെയിം റെപ്പോസിറ്ററി ഇവിടെ ക്ലോൺ ആയിട്ടുണ്ട്. റെപ്പോസിറ്ററി മീൻസ് ഫോൾഡർ തന്നെ. രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറി മാറ്റി, ഫോൾഡറിൻ്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് EMA പ്രൊജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫോൾഡർ നെയിം കൊടുക്കുക ഈ കമാൻഡ് ഉപയോഗിച്ചിട്ട്. കമാൻഡ് നെയിമിൻ്റെ ഒരു ചീറ്റ് ഷീറ്റ് ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ AX4Bugs ബിൽഡ് EMA എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഒരു LS എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. ഇനി നമുക്ക് ആദ്യം ഒരു പുഷും ഒരു പുള്ളും, അതാണല്ലോ മെയിനായിട്ട് ഈ ഇവൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിന് നിങ്ങൾ ആദ്യം കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യാൻ നിങ്ങളെ കമ്മിറ്റ് മെസ്സേജിന് ആരെ കമ്മിറ്റ് ചെയ്തതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗിറ്റ് കോൺഫിഗ് ഗ്ലോബലായി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റണ്ട. അപ്പോൾ ഇനീഷ്യലി ഒറ്റൊരു വട്ടം ചെയ്താൽ മതി. നിങ്ങളെ കറക്റ്റ് യൂസർ നെയിം കൊടുക്കുക. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതും ഈ സെറ്റപ്പും ഇനീഷ്യലി ഒറ്റൊരു വട്ടം ചെയ്താൽ മതി. ഇൻ്റെത് ഓൾറെഡി ഗ്ലോബലി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വേറൊരു അക്കൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കണം. സോറി, ഗിറ്റ് കോൺഫിഗിന് സ്പെല്ലിങ് ഇങ്ങനെ കോൺഫിഗർ ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിലും അടിക്കണം. നമ്മളെ ഗിറ്റബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ. ഇനീഷ്യലി ഒരിക്കൽ ഈ സെറ്റപ്പ് ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ മുഹമ്മദ് ഷാമിൽ തന്നെയാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച്. ഇമെയിലും അതുപോലെ ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സുകൾ ചെയ്യാം. അപ്പം അതിന് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു എഡിറ്റ് വരുത്തണം. നമുക്ക് ബിൽഡ് EMA പ്രൊജക്റ്റിൽ നമുക്കൊരു ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ HTML. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ഇത് നമ്മളെ ടീമേറ്റിനും കിട്ടണം. അപ്പോൾ ഇത് നമ്മളെ ഗിറ്റബ് നമ്മളെ ക്ലൗഡിലേക്ക് നമ്മളെ റെപ്പോസിറ്ററിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്ത ചേഞ്ചസ് ആഡ് ചെയ്യണം. ഇത് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത എല്ലാ ചേഞ്ചസും ആഡ് ആവും. അതെല്ലാം ഓരോ ഫയലിനെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ സിൻടാക്സ് ഞാൻ ആ ചീറ്റ് ഷീറ്റിൽ ഇട്ടാണ്, അത് നോക്കുക. പിന്നെ ഗിറ്റ് കമ്മിറ്റ് ചെയ്യുക. മെസ്സേജ് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കത്തെ ഏതെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഒരു മീനിങ് ഫുള്ളായ കറക്റ്റ് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മെസ്സേജ് നോക്കിയിട്ട് അത് തുറന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് കറക്റ്റ് മെസ്സേജ് കൊടുക്കുക. സോറി, ഞാൻ ലോഗിൻ പേജ് ക്രിയേറ്റഡ് എന്നടിക്കാൻ. നെക്സ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് പുഷ് ചെയ്യുക ഗിറ്റ്. അപ്പോൾ എപ്പോഴും പുഷ് ചെയ്യണതിന് മുന്നേ പുള്ള് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മളെ ടീമേറ്റ് ഒന്നും ഇതിൽ വർക്ക് ചെയ്തില്ല. ബേസിക്കലി നിങ്ങൾ ടീമായിട്ട് ചെയ്യുമ്പോൾ 4 പേര് ചെയ്യുമ്പോൾ എന്തായാലും കോൺഫ്ലിക്റ്റ് വരും. അതായത് നിങ്ങളെ ടീമേറ്റ് ഇതുപോലെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളും ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഈ ഗിറ്റിന് അറിയില്ല ആരതാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളെപ്പോഴും പുള്ള് ചെയ്യുക, പുള്ള് ചെയ്തിട്ട് പുഷ് ചെയ്യുക. അതല്ല കമ്മിറ്റ് ചെയ്യണതിന് മുന്നേ പുള്ള് ചെയ്യുക എപ്പോഴും തുടങ്ങുമ്പോൾ. എന്നാൽ ഈ കോൺഫ്ലിക്റ്റ് വരില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ ടീമേറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് ഇവിടെ അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടി എപ്പോഴും പുള്ള് ചെയ്യുക. അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
പിന്നെ ഇത് ഗിറ്റ് പുഷ് ചെയ്യുക. ഇത് ഗിറ്റ് പുഷ് ചെയ്യുമ്പോൾ ഫുൾ സക്സസ്ഫുള്ളായി. ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ലോഗിൻ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മളെ ചെയ്ത കമ്മിറ്റ്. നമുക്ക് ആ കമ്മിറ്റ് നോക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാവും ലോഗിൻ പേജ് എന്ന്. അത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത ബ്ലാങ്ക് ആയ സ്പേസിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഈ ഒരു സെറ്റപ്പേ ഉള്ളൂ. അതായത് ചേഞ്ചസ് ആഡ് ചെയ്യുക, അത് കമ്മിറ്റ് ചെയ്യുക, പുഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന് ഗിറ്റ് പുള്ള് ചെയ്യുക ഇടക്കിടക്ക്. എന്നാൽ നിങ്ങളെ ടീമേറ്റ് ചെയ്ത ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടും. ഇനി അഥവാ പുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഗിറ്റ് പുള്ള് റീബേസ് ചെയ്യുക. അത് ആ കമാൻഡ് ലൈനിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീറ്റ് ഷീറ്റിൽ നോക്കുക, അല്ലെങ്കിൽ മെൻറ്ററോടൊക്കെ ചോദിക്കുക. അഥവാ എന്തെങ്കിലും ഇററോ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പുള്ള് ചെയ്യാൻ ശ്രമിക്കുക പുഷ് ചെയ്യണതിൻ്റെ മുന്നേ. ഇനി പുള്ള് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് കാണിക്കണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിക്കാം. ഇതിപ്പോൾ നിങ്ങളെ ലോക്കൽ മെഷീന് നിങ്ങളെ ടീമേറ്റ് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ അത് ഇതാ നേരെ ഇപ്പോൾ നമുക്ക് ഈ റീഡംഡ് ഫയൽ ചേഞ്ച് ചെയ്യാം. നമ്മൾ ലോഗിൻ പേജ് റീഡംഡ് ഫയൽ എഡിറ്റ് ചെയ്ത്, സാധാരണ ഏതൊരു ടീമേറ്റ് പുഷ് ചെയ്താലും ഈ ഗിറ്റബിലേക്കാണ് വരിക. ഗിറ്റബിൽ നിന്ന് ബാക്കിയുള്ള ടീമേറ്റ്സ് പുള്ള് ചെയ്താലേ അവരെ കോഡ് എഡിറ്ററിലേക്ക് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ കോഡ് എഡിറ്ററിൽ ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ കമാൻഡ് കൊടുത്തു, ഈ ഒരു മെസ്സേജ് കൊടുത്തു. പക്ഷെ അതിവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പം അത് നമ്മൾ പുള്ള് ചെയ്യണം. ഇവിടെ നമ്മൾ ഗിറ്റ് പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആയിട്ടുണ്ട് ആ ഫയൽ. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ ടീം വർക്ക് ഇടക്കിടക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് റിമോട്ടായിട്ട് അവിടെ ഇരുന്നിട്ട് ഒപ്പരം വർക്ക് ചെയ്യുക ഓൺലൈനായിട്ട്. പിന്നെ ഇനി കമാൻഡ് ബട്ടൺസ് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇത് ക്ലോസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു പേജ് എടുത്തിട്ട് കൊളാബറേറ്റേഴ്സൊക്കെ ആഡ് ചെയ്തതിന് ശേഷം രണ്ട് ടീമേറ്റും എന്ത് ചെയ്യുക, ടീമേറ്റും ടീം ലീഡും ഈ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളെ കോഡ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക, ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വ്യൂ എന്ന് പറഞ്ഞ ഇവിടെ കമാൻഡ് അതിൽ ഗിറ്റ് ക്ലോണ്, ഇവിടെ നിങ്ങളെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് അവർ പറയും ഒരു ഫയൽ ചൂസ് ചെയ്യാൻ, ആ ഫോൾഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള. അപ്പം ഇവിടെ ആ ടീം നെയിം എന്താ കൊടുത്താൽ മതി, ഒരു മീനിങ് ആയിട്ട് മനസ്സിലാവും. ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ അത് ചൂസ് ചെയ്തു. എന്നിട്ട് ആ ഫയൽ ആ റെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ പറയാം. അത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ബിൽഡിങ്, ഇവിടെ നിങ്ങൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ ക്ലോൺ ചെയ്തോണ്ട് ഇവിടെ ഇപ്പം നമുക്കൊരു ഹോം പേജ് അല്ല, സൈനപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യാം. സൈനപ്പ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗിറ്റ് ആഡ് എന്ന് അടിച്ചതിൻ്റെ കമാൻഡാണ് ഇത്. ഗിറ്റ് ആഡ് ഫയൽ നെയിം അടിക്കുന്നതിൻ്റെ കമാൻഡാണ് ഇത്. ഗിറ്റ് ആഡ് ഡോട്ട് അടിച്ച എല്ലാ ചേഞ്ചസും, ഇപ്പോൾ ഇതിപ്പോൾ ഒറ്റൊരു ചേഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ലോഗിൻ പേജിൽ നമ്മൾ വേറൊരു കമാൻഡും കൂടി, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ചേഞ്ചസ് ഉണ്ട് നിൽക്കുക. അപ്പോൾ എല്ലോ ആയി. പിന്നെ ഇവിടെ ഒരു മെസ്സേജ്
മെസ്സേജ് അടിക്കുക, ക്രിയേറ്റഡ് സൈനപ്പ് പേജ്, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക. എന്നിട്ട് കമ്മിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നോക്കി കഴിഞ്ഞാൽ പുഷ് ആവും. ഞാൻ പറഞ്ഞ എപ്പോഴും പുള്ള് ചെയ്യണോ ആദ്യം, അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണമായിരുന്നു. എന്നിട്ട് പുഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കോഡ് എഡിറ്ററിൽ ആ ചേഞ്ചസ് പുതിയ കമ്മിറ്റ് വന്നിട്ടുണ്ടാവും. ക്രിയേറ്റഡ് സൈനപ്പ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കമ്മിറ്റ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സൈനപ്പ് പേജ് DMEലാണ് നമ്മൾ പുതിയ സൈനപ്പ് പേജ് ക്രിയേറ്റ് ചെയ്തത്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബട്ടൺസ് യൂസ് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പുള്ള് ചെയ്യണ ഒരു സെക്ഷനും കൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായി ക്രിയേറ്റഡ് ലോഗിൻ പേജിന് പകരം നമുക്കൊരു സൈനപ്പ് പേജ് നോക്കാം. അപ്പോൾ ഈ പേജ് നമ്മൾ വിചാരിക്കും ഞാൻ തന്നെയല്ലേ ഇത് അപ്ഡേറ്റ് ചെയ്യണത്, പക്ഷേ ഇത് ഗിറ്റബിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മളെ ഗിറ്റബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലൗഡ് ആണല്ലോ, അത് നമ്മളെ ലോക്കൽ മെഷീനിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ അത് ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ചെയ്ത ഇപ്പോഴും ഇവിടെ ലോഗിൻ ക്രിയേറ്റഡ് ലോഗിൻ പേജ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ പുള്ള് ചെയ്യണം. ഇവിടെ പുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ പേജ് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, ഐ ക്രിയേറ്റഡ് സൈനപ്പ് പേജ്. അപ്പം ബേസിക്കലി ആ നേരത്തെ ടെർമിനലിൽ ഗിറ്റ് കമാൻഡുകൾ അടിച്ചതൊക്കെ തന്നെയാണ് ഈ ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഇനി റിയാക്റ്റായി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടെർമിനൽ യൂസ് ചെയ്തിട്ട് പാക്കേജ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ HTML CSS ആണ്, അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോഡ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് പുഷ് ചെയ്യുക, പുള്ള് ചെയ്യുക. ഇനീഷ്യലായിട്ട് നിങ്ങളെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ കോൺഫിഗറേഷൻ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ബാക്കിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഓരോ അപ്ഡേഷൻ വരുത്തുക. ഇവിടെ ഓരോരുത്തരും ചെയ്യുമ്പോൾ ഇവിടെ ഓരോ അപ്ഡേഷൻ ചെയ്യുമ്പോഴും ഇവിടേക്ക് വരും. അത് എന്തൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാം. പുതിയ ആഡ് ചെയ്തതാണ്, അല്ലെങ്കിൽ ലോഗിൻ പേജിൽ നമ്മളൊന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം. ലോഗിൻ പേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ എന്ത് ചേഞ്ചാണ് വരുത്തിയെന്നുള്ളത് നമുക്ക് കാണാം. ഇനി ഇവിടെ നമുക്ക് ടൈം ലോഗ് ഉണ്ട്, ആദ്യം എന്താ ചെയ്തതെന്നുള്ള സംഗതികൾ മൊത്തം ഓരോന്ന് നോക്കുന്നതിനനുസരിച്ച് ഓരോന്ന് പഠിക്കും. പുതിയത് ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലും പാടി ഒപ്പരായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകാത്തത്. അപ്പോൾ ഇത് നമുക്ക് വർക്കിംഗ് ട്രീ കാണാം. ഇവിടെ എല്ലാ ചേഞ്ചസും ആഡ് ചെയ്യുക. എന്നിട്ട് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ഒരു മീനിങ് ഫുൾ ടീം വർക്ക് ആയതുകൊണ്ട് എപ്പോഴും ഓരോ നെയിം കൊടുക്കുമ്പോഴും ഇവിടെ ക്ലാസ് നെയിം കൊടുക്കുമ്പോഴും ഓരോന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമാൻഡ് ലൈനിൽ കൊടുക്കാൻ വിചാരിക്കുക. അങ്ങനെയൊക്കെ ഒരു ടീം വർക്ക് ആകുമ്പോൾ മറ്റുള്ളവരും നമ്മളെ കോഡ് കാണുക എന്നുള്ള ബോധത്തോടെ ചെയ്യുക. എന്നിട്ട് ഇവിടെ കമാൻഡ് അടിക്കുക, കമ്മിറ്റ് ചെയ്യുക. അപ്പം കമ്മിറ്റ് ചെയ്യുക. എന്നിട്ട് പുഷ് ചെയ്യാൻ ഈ ബട്ടൺ നിൽക്കിയാലും മതി, പുഷ് ചെയ്യുക. അപ്പോൾ അതവിടെ പുഷായി ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ആ പുള്ള് എപ്പോഴും വന്നോളണമെന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പുള്ള് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ലാസ്റ്റ് നിങ്ങളെ ടീമേറ്റ് ചെയ്തതെന്നൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ചേഞ്ചസാണ് വന്നതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ മെസ്സേജും ഈ ഡാഷ്ബോർഡ് HTML ഒക്കെ നമ്മളെ ഈ ക്ലൗഡിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പം ബേസിക്കലി സിമ്പിൾ സംഗതിയാണ്. 2-3-4 വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സിമ്പിളാണ്, ടീമേറ്റ് ആയിട്ട് ഫാസ്റ്റായി വർക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണെന്ന്. സ്ക്രീൻ റെക്കോർഡ് വീഡിയോ 20 മിനിറ്റ്, സോ ലോങ്. സോ ഡൗട്ടുള്ള മെൻറ്റേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.